അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഒരു MCQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രമാണ് വരുന്നത്. എപ്പോഴും ചോദ്യം ഉണ്ടാക്കുന്ന ആളുകൾ ക്വസ്റ്റ്യൻസിനെ കുറച്ചും കൂടിയും വളരെ ഇൻഡെപ്ത് ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് PSCയിൽ. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നിമിയുടെ ബുക്ക് മാത്രമാണ് റെഫർ ചെയ്യേണ്ടത്, വേറെ ബുക്കുകളൊന്നും റെഫർ ചെയ്യേണ്ട എന്നുള്ളത്. അപ്പൊ അത് കാരണം തന്നെ നിമിയുടെ എല്ലാ ബുക്കുകളും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എല്ലാ ബുക്കും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിമി തന്നെ 2-3 ബുക്കുകൾ ഇറക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇതിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ലേറ്റസ്റ്റ് വേർഷൻ ഇറക്കിയിട്ടുണ്ടായിരിക്കും. അതിന് മുന്നത്തെ കുറച്ച് ബുക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിമിയുടെ അസൈൻമെന്റ് ടെക്സ്റ്റ് ആൻഡ് ട്രെയിനേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും കൂടിയുണ്ട്. അതായത് കുറച്ച് അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ഒന്നും കൂടി നോക്കണം. അങ്ങനെയാണ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റീൽ റൂളിലത്തെ ഒരു കാര്യം തന്നെയാണ്. ഫോർ അക്യുറേറ്റ് റീഡിംഗ് ഓഫ് സ്റ്റീൽ റൂൾ, ടേക്ക് റീഡിംഗ് വെർട്ടിക്കലി ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡാഷ്. അപ്പൊ ഇതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. നമ്മൾ സ്റ്റീൽ റൂൾ ഉപയോഗിക്കുമ്പോൾ ഏതാണ് നല്ല മെത്തേഡ്, അതായത് ഏറ്റവും കൃത്യമായിട്ട് എന്തിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏറ്റവും കൃത്യമായിട്ടുള്ള അതിന്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഇത് നമ്മൾ എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് അതിന് വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെർട്ടിക്കലായിട്ട് റീഡിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഈ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ അടുത്തൊന്നും ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം ഐസൈറ്റ്, അതുപോലെ വെർട്ടിക്കൽ എറർ, പാരലാക്സ് എറർ, റിഫ്ലക്ഷൻ എറർ, ഇതൊക്കെയാണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇതില് ഏതായിരിക്കും ഇതിന്റെ ഒരു ഉത്തരമായിട്ട് വരുന്നത്? പാരലാക്സ് എറർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഈ എററിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഈ എററിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയും. യെസ്, പറയൂ സാർ. ഇപ്പോൾ ടെക്സ്റ്റ് പറഞ്ഞില്ലേനോ അസൈൻമെന്റ് ബുക്ക് ആൻഡ് റീഡേഴ്സ് സെക്ഷൻ, ആ ടെക്സ്റ്റിന്റെ ലിങ്ക് ആയിട്ടും കിട്ടുമോ? ഒന്ന് ആ ടെക്സ്റ്റ് ഇപ്പോ നിമി ഇറക്കുന്നില്ല. ഇല്ല, PDF ആയിട്ടും കിട്ടുമോ? എന്താണ് PDF? ബുക്കേ ഇറക്കുന്നില്ല ഇപ്പൊ. പഴയ ബുക്കുകൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഇത് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് അങ്ങനെയുള്ള ആരെടുത്തെങ്കിലും ചോദിച്ചിട്ട് ആ ബുക്ക് വാങ്ങേണ്ടി വരും. ഐ തിങ്ക് എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. പിന്നെ ആൻസേഴ്സ് നമ്മള് ഫുൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. മീൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ പോലും. ഓക്കെ, നമുക്കത് എന്തായാലും വഴിയിലൂടെ നമുക്കത് ഷെയർ ചെയ്യാം. പിന്നെ നമ്മള് ഈ ഒരു സിലബസ് അനുസരിച്ചല്ല അതിന്റെ ക്വസ്റ്റ്യൻസ്. അതിലെ ക്വസ്റ്റ്യൻസ് പലതും പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുക വെച്ചാൽ ഇപ്പൊ സിലബസിൽ ഉള്ള പല കാര്യങ്ങളും അതിലില്ല. പണ്ടത്തെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ്. ഇപ്പൊ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. എനിക്ക് തോന്നുന്നു ഇത് തൊട്ട് മുന്നത്തെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏകദേശം 80 ക്വസ്റ്റ്യനോളം അതിൽ നിന്നാണ് വന്നത്. അതിന്റെ പേരിൽ എന്തോ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു ബുക്കിൽ നിന്ന് ഇത്രയധികം ക്വസ്റ്റ്യൻസ് വന്നു. 78 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അറൌണ്ട് 80% ഓഫ് ക്വസ്റ്റ്യൻ ആ ബുക്കിൽ നിന്ന് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിനെതിരെ ഉദ്യോഗാർത്ഥികൾ, ട്രെയിനീസ് കേസിന് ട്രെയിനീസ് അല്ല, ഉദ്യോഗാർത്ഥികൾ കേസിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കോടതിയിൽ ആ കേസ് തോൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം PSC ലീഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിമിയുടെ ബുക്ക് എല്ലാ ബുക്കുകളും സിലബസിന്റെ ഭാഗമാണ്. അത് കാരണം തന്നെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇടാമെന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ആ ബുക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. മീൻസ് അത് ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ബുക്കും കൂടി ഞാൻ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അത് കാരണം തന്നെ അത് പൂർണ്ണമായിട്ട് ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഉത്തരം പാരലാക്സ് എറർ എന്നാണ്. അപ്പോ ഈ പാരലാക്സ് എറർ എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിഫറെന്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അളവുകളിൽ ചെറിയ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദീസ് എറർ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റീൽ റൂളിന്റെ റീഡിങ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ
നിങ്ങളെ പഴയ ടെക്സ്റ്റ് ഒക്കെ ഉള്ള ആളുകൾ, ഏറ്റവും പുതിയതല്ല, വളരെ പഴയതായിട്ടുള്ള, അതായത് ഏകദേശം ഒരു 10-15 വർഷം മുന്നത്തെ ടെക്സ്റ്റുകളൊക്കെ ഉള്ള ആളുകൾ റെഫർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഇമേജ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ പറയുന്നുണ്ട് പാരലാക്സ് എറർ എന്താണെന്നുള്ളത്. ഇതുപോലെ തന്നെ പലതരം എററുകൾ ഉണ്ട്. പാരലാക്സ് എറർ ഉണ്ട്, ഡിഫോർമേറ്റീവ് എറർ ഉണ്ട്, കൊസൈൻ എറർ ഉണ്ട്, അങ്ങനെ കുറെ എററുകൾ ഉണ്ട്. പക്ഷെ അതൊന്നും വെൽഡർ എന്നുള്ള ടെക്സ്റ്റിനെ സംബന്ധിച്ച് മീൻസ് ഒരു പരീക്ഷയ്ക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാരണം തന്നെ, പാരലാക്സ് എറർ എന്നുള്ളത് പറഞ്ഞിട്ടുള്ള കാരണം തന്നെ നമ്മളത് പഠിക്കണം. പരീക്ഷയ്ക്ക് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല, അത് കാരണം തന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരലാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ അല്ലാതെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, രണ്ട് സൈഡിൽ നിന്ന്, റൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചെറിയ ഡിഫറൻസ്, അതായത് ഇപ്പൊ 13 mm ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 12.5 mm, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു 12.8 mm, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 13.2 mm അല്ലെങ്കിൽ 13.1 mm ആണെന്ന് നമുക്ക് തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ എററിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കലായിട്ട് തന്നെ റീഡിങ് എടുക്കണം എന്ന് പറയുന്നത്. അതായത് സൈഡിൽ നിന്ന് നോക്കിയിട്ട് റീഡിങ് എടുക്കരുത്, അത് ഇൻഅക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൃത്യമായിട്ടുള്ള റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് തന്നെ എടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പാരലാക്സ് എററിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഫോർ അക്യുറേറ്റ് റീഡിംഗ് ഓഫ് സ്റ്റീൽ റൂൾ ടേക്ക് റീഡിംഗ് ഡാഷ് ഇൻ ഓർഡർ ടു അവോയ്ഡ് പാരലാക്സ് എറർ. അങ്ങനെയും ചോദ്യം ചോദിക്കാം. അതിന്റെ ഉത്തരം റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ഫ്രം ദ ടോപ്പ്, സ്ട്രെയിറ്റ്, വെർട്ടിക്കലി, അങ്ങനെയൊക്കെ വരാം. അപ്പൊ നമുക്ക് അതും അറിഞ്ഞിരിക്കണം, എന്താണ് വെർട്ടിക്കലി ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ. അപ്പോ സ്റ്റീൽ റൂളിന്റെ അക്യുറസി, നമ്മൾ സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാണ്? ലീനിയർ ഡയമെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ റൂളിന്റെ അക്യുറസി എത്രയാണ്? അപ്പൊ എല്ലാവർക്കും ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റീൽ റൂളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? 1 mm ഡീവിയേഷൻസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ റൂള് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 5 സെന്റിമീറ്റർ വരെ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 സെന്റിമീറ്റർ വരെ 1 mm ഡീവിയേഷനെ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്, 1 mm പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോ ആ അളവ് എത്രയാണ്? 1 mm പകുതിയായിട്ടുള്ള ആ അളവ് എത്രയാണ്? 0.5 mm ആണ്. അതാണ് അക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. ഈ അക്യുറസിനെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്നും പറയാറുണ്ട്. ലീസ്റ്റ് കൗണ്ട്, ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അക്യുറസി എന്നുള്ള വാക്ക് ലീസ്റ്റ് കൗണ്ട് എന്നും പറയാറുണ്ട്. ലീസ്റ്റ് കൗണ്ടിന്റെ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ അക്യുറസി അഥവാ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീൽ റൂളിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm ആണ്. അതേപോലെ തന്നെ ഇപ്പോ ഇതിലെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ 0.01 mm എന്ന് വരുന്നുണ്ട്, 0.02 mm എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ 0.01 mm എന്നുള്ളത് എന്തിന്റെ അക്യുറസിയാണ്? യെസ്, മൈക്രോമീറ്ററിന്റെ അക്യുറസിയാണ് 0.01 mm എന്ന് പറയുന്നത്. അതുപോലെ 0.02 mm എന്ന് പറയുന്നത് വെർനിയർ കാലിപ്പറിന്റെ അക്യുറസിയാണ്. അതായത് സ്റ്റീൽ റൂളിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് അളവുകൾ എടുക്കാൻ സാധിക്കുന്ന 2 പ്രിസിഷൻ ടൂൾസുകളാണ് അല്ലെങ്കിൽ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുകളാണ് മൈക്രോമീറ്ററും വെർനിയർ കാലിപ്പറും. അപ്പോ ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇതാണ്. ഇതിൽ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ, ഈ 0.01 mm 0.02 mm കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 1 mm നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിലിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റീൽ റൂൾ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ് മെറ്റീരിയൽ. അപ്പോ സ്റ്റീൽ റൂള് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഹൈ സ്പീഡ് സ്റ്റീല്, സ്പ്രിംഗ് സ്റ്റീല്, കാസ്റ്റ് അയൺ, അലുമിനിയം തുടങ്ങിയവയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്കിതിൽ യാതൊരു ഡൗട്ടും ആവശ്യമില്ല, സ്പ്രിംഗ് സ്റ്റീലാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഹൈ സ്പീഡ് സ്റ്റീൽ എന്നത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? നമ്മൾ ഈ കട്ടിംഗ് ടൂളുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്? ഹൈ സ്പീഡ് സ്റ്റീലുകൾ ഉപയോഗിക്കാറുള്ളത്. ലെയ്ത്തിലോ അല്ലെങ്കിൽ ഈ മില്ലിംഗ് മെഷീനിലൊക്കെ കട്ടിംഗ് ടൂളുകളായിട്ട് വളരെയധികം ഹോട്ട് ഹാർഡ്നെസ് ഒക്കെ ഉള്ള ടൂളുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിക്കാറുള്ളത്. കാസ്റ്റ് അയൺ സാധാരണ മെഷീനറീസിന്റെ ബേസ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ
എന്താണ് ഈ വെയിറ്റ് ഒക്കെ വൈബ്രേഷനെയൊക്കെ താങ്ങാൻ സാധിക്കുന്ന ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റ് അയൺ ഉപയോഗിക്കാറുള്ളത്. അലുമിനിയം സാധാരണ ഉപയോഗിക്കാറുള്ളത് കുറച്ച് വെയിറ്റ് കുറഞ്ഞൊരു ലോഹമാണ്, ഏകദേശം 2.7 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ലോഹമാണ്. ആ ലോഹത്തിന് പ്രത്യേകത എന്താണ്, ആന്റി കൊറോഷൻ പ്രോപ്പർട്ടി ഉള്ള ലോഹമാണ്, വെയിറ്റ് കുറഞ്ഞ ലോഹമാണ്. അപ്പോൾ അലുമിനിയം നമ്മൾ സാധാരണഗതിയിൽ സ്റ്റീൽ റൂള് നിർമ്മിക്കുന്നത് സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ ഞാൻ സ്പ്രിംഗ് സ്റ്റീൽ വെക്കാൻ കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ സ്പ്രിംഗ് സ്റ്റീൽ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ലൈൻ തിക്നെസ് ഓഫ് സ്റ്റീൽ റൂൾ? അപ്പോൾ സ്റ്റീൽ റൂളിൽ ലൈൻസ് ഇങ്ങനെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ലൈൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റീൽ റൂൾ നോക്കി കഴിഞ്ഞാൽ. ഞാൻ ഇതിന്റെ ഉത്തരത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു ITIകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് നോക്കണം. ഈ മെഷീൻ നമുക്ക് ഈ ടൂളുകളെ കാണാൻ സാധിക്കും. ഈ ടൂളുകൾ നമ്മൾ നോക്കണം. ഈ ടൂളുകൾ നമ്മൾ നോക്കിയിട്ട് ഈ ടൂളുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് നോക്കണം. ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഇതിന്റെ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ തിയറി ഭാഗങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിയറി ഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും ശരിക്കുള്ള ജനറൽ ആയിട്ടുള്ള ടൂളുകൾ വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ടൂളുകൾ കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമാണ് ഈ ടൂളുകളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടും അതുപോലെ ടൂളുകൾ കൃത്യമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ പാർട്സുകളും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിന്റെ ലയനിന്റെ തിക്നെസ് ഇത് സാധാരണഗതിയിൽ ഈ അടുത്തുള്ള പരീക്ഷകളിൽ ഒരു മെക്കാനിക്കൽ പരീക്ഷകളിലും ചോദിച്ചു കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോ പുതിയതായിട്ട് വരുന്ന ഒരു രീതി അനുസരിച്ചിട്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ്, അതും നിമ്മിയുടെ ബുക്കുകളിലുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കാരണം ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 0.01 to 0.02 mm, അത് വളരെ മൈന്യൂട്ടാണ്, അങ്ങനെ എൻഗ്രേവ് ചെയ്യാൻ പറ്റില്ല. അത്രയും ലൈൻ തിക്നെസ്സിൽ നമുക്ക് എൻഗ്രേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പിച്ചുള്ള ലൈനുകളായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. അടുത്ത് 0.1 to 0.18 mm, 0.2 to 0.3 mm, 0.25 to 0.3 mm, ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, 0.1 to 0.18 mm. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ അളവുകളുടെ ഉള്ളിലുള്ള ചിലപ്പോൾ 0.14 ആയിരിക്കാം, 0.15 ആയിരിക്കാം, പക്ഷെ 0.1 to 0.18 mm ആണ്. അതായത് ഏകദേശം 0.2 mm തൊട്ട് താഴെയുള്ള അളവിലാണ് ഇതിന്റെ ലൈനിന്റെ തിക്നെസ് ഈ സ്റ്റീൽ റൂളിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സ്ക്രൈബർ? അപ്പോ സ്ക്രൈബർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ക്രൈബർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, സ്ക്രൈബർ നമ്മൾ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മാർക്കിംഗ് ടൂളാണ് സ്ക്രൈബർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റീൽ റൂള് നോക്കി. സ്റ്റീൽ റൂളിന്റെ പ്രത്യേകത എന്താ? സ്റ്റീൽ റൂള് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, അളവെടുക്കാൻ വേണ്ടിയിട്ട് മെഷറിംഗ് ടൂളാണ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അളവെടുത്ത അളവിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെറ്റൽ പീസിലേക്കൊക്കെ വരുമ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അളവ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് മുറിക്കേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൈബറിന്റെ പാർട്ട് അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് സ്ട്രെയിറ്റ് പോയിന്റ്, ഗ്രിപ്പ്, ബെൻഡ് പോയിന്റ്, കോർക്ക്. ഇതാണ് ഓപ്ഷൻസ്. അപ്പോ ഈ സ്ട്രെയിറ്റ് പോയിന്റ്, ഇപ്പോ നമ്മൾ സ്ക്രൈബറിന്റെ ഇമേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രൈബറിന്റെ ഇമേജിൽ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രൈബർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രൈബറിന്റെ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ഒരു ഭാഗം എന്തായിരിക്കും കുറച്ച് ബെൻഡ് ആയിട്ടായിട്ടും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോ അതുപോലെ അതിന്റെ സെന്റർ പോർഷനിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു നർലിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. പോസിറ്റീവ് ഹാൻഡ്ലിങ്, ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നർലിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് പോയിന്റ് ഇതിന്റെ ഭാഗം തന്നെയാണ്, ആ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഒരു പോർഷനാണ്. ബെൻഡ് പോയിന്റും ഇതിന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ പോസിറ്റീവ് ഹാൻഡ്ലിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന നർലിംഗ് ചെയ്തിട്ടുള്ള ഗ്രിപ്പും ഇതിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ ഒരു ഭാഗമുണ്ട്, ആ ഇല്ലാത്ത ഇതിൽ പെടാത്ത ഭാഗം ഏതാണ്? ഇതിൽ ഉത്തരം വരുന്നത് കോർക്കാണ്. ഓക്കെ, കോർക്ക് ഇതിന്റെ ഭാഗമല്ലെങ്കിലും കോർക്ക് ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. കോർക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? യെസ്, ഈ പോയിന്റുകൾ
നമ്മൾ പോക്കറ്റിലോ ഈ പറയുന്ന സ്ക്രൈബർ നമ്മൾ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആ കോർക്കിനെ, ഇതിന്റെ ഭാഗമല്ലെങ്കിലും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആ പോയിന്റുകളെ മൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോർഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഭാഗമല്ല, അതിന്റെ ഒരു എക്സ്ട്രാ ഇതാണ് ഈ കോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോർക്ക് ഒരു കാരണവശാലും എന്തല്ല, സ്ക്രൈബറിന്റെ ഭാഗമല്ല കോർക്ക്. ഓക്കെ, അടുത്താണ് സ്ക്രൈബർ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. ഇത് എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ക്രൈബർ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഹൈ കാർബൺ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീല്, ടൂൾ സ്റ്റീല്, ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ തുടങ്ങിയവയാണ്. അപ്പോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കാം? അതിന്റെ ഉത്തരം ഹൈ കാർബൺ സ്റ്റീലാണ് ഇതിന്റെ ഉത്തരം. സ്ക്രൈബർ ഈസ് മെയ്ഡ് ഓഫ്, ഒരുമാതിരിപ്പെട്ട എല്ലാ പരീക്ഷകളിലും സ്ക്രൈബർ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു 3 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്ക്രൈബർ ഉണ്ടാക്കിയിട്ടുള്ളത്? ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ്. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 0.1 to 0.3 വരെയാണ് കാർബണിന്റെ കണ്ടന്റ് ആയെങ്കിൽ അങ്ങനെ നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്നും, 0.3 മുതൽ 0.6 വരെ, ചില ടെക്സ്റ്റുകളിൽ 0.7 എന്നൊക്കെ കാണാറുണ്ട്. 0.6 വരെ നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ എന്നും, 0.7 to അല്ലെങ്കിൽ 0.6 to 1.4, ചില ടെക്സ്റ്റുകളിൽ 1.8 എന്നും കാണിക്കാറുണ്ട്. ആ റേഞ്ചുള്ള അത്രയും കാർബൺ കണ്ടന്റ് ഉള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഹൈ സ്പീഡ് സ്റ്റീല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യെസ്, ഈ ഹാർഡേൺ ആയിട്ടുള്ള ടൂളുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. വനേഡിയം, ക്രോമിയം, അതുപോലെ ടങ്സ്റ്റൺ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കമ്പോണന്റ് ആയിട്ട് വരുന്നത് ഹൈ സ്പീഡ് സ്റ്റീലില്. ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ ഫയലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ പഞ്ച് ഹാസ് വൈഡ് പഞ്ച് മാർക്ക് ആൻഡ് നോട്ട് വെരി ഡീപ്? ഇത് ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈഡ് അല്ലാത്ത പഞ്ച് മാർക്ക്, നോട്ട് വെരി ഡീപ്പ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഞാൻ ഓപ്ഷൻസ് പറയാം. സെന്റർ പഞ്ച്, നെയിൽ പഞ്ച്, ഡോട്ട് പഞ്ച്, പ്രിക് പഞ്ച്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഓപ്ഷനിൽ വെച്ചിട്ടുള്ള പഞ്ചുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സെന്റർ പഞ്ചാണ്. സെന്റർ പഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രില്ല് ചെയ്യുന്ന ഹോളുകളെ കൃത്യമായിട്ട് സീറ്റിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളൊരു ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഒരു ഭാഗം പഞ്ച് ചെയ്തിട്ടുള്ള ഭാഗത്ത് ആ ഡ്രില്ലിന്റെ ഹെഡിനെ സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെന്റർ പഞ്ച് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. നെയിൽ പഞ്ച് സാധാരണ യൂസ് ചെയ്യാറുള്ളത് കാർപ്പൻട്രി വർക്ക്ഷോപ്പുകളിലൊക്കെയാണ്. മരത്തിൽ അടിച്ചതിന് ശേഷം ഈ നെയിലിന്റെ ഹെഡിനെ കുറച്ച് മരത്തിന്റെ താഴത്തേക്ക് താഴ്ത്തും, അതിനുശേഷം അതിന്റെ മുകളിൽ പുട്ടിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു ഫ്ലാറ്റ് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ടും ഹെഡിനെ താഴ്ത്തിക്കൊണ്ട് ഹെഡിനെ കാണാത്ത രീതിയിൽ, ഈ നെയിലിന്റെ ഹെഡിനെ കാണാത്ത രീതിയിലേക്ക് മാറ്റാനും സാധിക്കും. അതിനുവേണ്ടിയാണ് നെയിൽ പഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡോട്ട് പഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഏകദേശം ഇതിന്റെ ആംഗിൾ 60 ഡിഗ്രിയാണ് വരുന്നത്. വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡോട്ട് പഞ്ച്. പ്രിക് പഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിക് പഞ്ച് നമുക്കറിയാം, നമ്മൾ സർക്കിൾസ് ഒക്കെ വരയ്ക്കുന്ന ഡിവൈഡറിന്റെ ലെഗിനെ സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിക് പഞ്ച് 30 ഡിഗ്രി ആയ കാരണം തന്നെ എന്തായിരിക്കും? ഡീപ്പായിട്ടുള്ള മാർക്കിംഗ് ആയിരിക്കും പ്രിക് പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഡോട്ട് പഞ്ച് 60 ഡിഗ്രി ആയ കാരണം അത്ര ഡീപ്പായിട്ടുള്ള മാർക്കിംഗ് അല്ല. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യത്തിനെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുക ഡോട്ട് പഞ്ച് ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ വിച്ച് ഓഫ് ദ പഞ്ച് ഹാസ് വൈഡ് പഞ്ച് മാർക്ക്, വൈഡ് ആയിട്ടുള്ള പഞ്ച് മാർക്ക്, നോട്ട് വെരി ഡീപ്പ് എന്ന് കാണുമ്പോൾ നമ്മളത് വിറ്റ്നസ് മാർക്കിങ്ങിന് ഉപയോഗിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആക്ച്വലി ഇത് വിറ്റ്നസ് മാർക്കിംഗ് അല്ല. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ഡ്രില്ലിന്റെ ആ പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റിന്റെ സീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഡ്രില്ലിന്റെ പോയിന്റിങ്ങിന്റെ സീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏത് തരം പഞ്ചാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? യെസ്, 90 ഡിഗ്രി വരുന്ന സെന്റർ പഞ്ചുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പഞ്ചിൽ നിന്ന് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദ്യകർത്താവ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെന്റർ പഞ്ചിന്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും സാധാരണഗതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ സെന്റർ പഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും വേർഡ് ബൈ വേർഡ് നമ്മളത് വായിച്ചു നോക്കണം. അപ്പൊ സെന്റർ പഞ്ചിന്റെ
ഒരു വേഡിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. ദ ആംഗിൾ ഓഫ് ദ പോയിന്റ് ഈസ് 90 ഡിഗ്രി is a center punch. The punch mark made by this is wide and not very deep. അപ്പോൾ ഈ വാക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനെ മേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ പിച്ച് ഓഫ് വിറ്റ്നസ് മാർക്കിംഗ്? യെസ്, പറയൂ. ചോദ്യം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത് ആൻസർ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അതിപ്പോ അതാണ് അവിടെയുള്ള പ്രശ്നം. ഓക്കെ 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 ഓക്കെ, ഞാൻ അടുത്ത പ്രാവശ്യം ആൻസർ ഇല്ലാത്ത രീതിയിൽ ഞാനത് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് ഈസ് ദ പിച്ച് ഓഫ് വിറ്റ്നസ് മാർക്കിംഗ്? വിറ്റ്നസ് മാർക്കിങ്ങിന്റെ പിച്ച് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോ വിറ്റ്നസ് മാർക്കിംഗ് നമ്മൾ നടത്താറുണ്ട്. എന്ത് വെച്ചിട്ടാണ്, ഏത് പഞ്ച് വെച്ചിട്ടാണ് നമ്മൾ വിറ്റ്നസ് മാർക്കിംഗ് ചെയ്യാറുള്ളത്? യെസ്, ഡോട്ട് പഞ്ച് വെച്ചിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഡോട്ട് പഞ്ച് വെച്ചിട്ടാണ് വിറ്റ്നസ് മാർക്കിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ വിറ്റ്നസ് മാർക്കിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതില് വിറ്റ്നസ് മാർക്കിങ്ങിന്റെ ഒരു സെക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. ആ സെക്ഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കാരണവശാലും വളരെ ക്ലോസ് ആയിട്ട്, വളരെ അടുപ്പിച്ചുകൊണ്ട് നമ്മൾ വിറ്റ്നസ് മാർക്കിംഗ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിറ്റ്നസ് മാർക്കിംഗ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു പിച്ച് വേണം. അതായത് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളൊരു പോയിന്റ് വെച്ചിട്ട് വിറ്റ്നസ് മാർക്കിംഗ് നടത്തിയിട്ട് തൊട്ടപ്പുറത്തെ പോയിന്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്: 3 mm, 4 mm, 2 mm, 5 mm. ഓക്കെ, അപ്പോ ഇതില് ഓൾറെഡി ഇതിൽ കാണിച്ചിട്ടുണ്ട് 4 mm ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് വരച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് കീനായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 mm ആണ് ഇതിന്റെ വിറ്റ്നസ് മാർക്കിങ്ങിന്റെ പിച്ചായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 4 mm ഇത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ അടുത്തൊന്നും ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പൊ അത് കാരണം തന്നെ സാധാരണയിൽ മാറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച്? അപ്പൊ ഓക്കെ, ഡോട്ട് പഞ്ചിന്റെ ആംഗിൾ എത്രയാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 30 ഡിഗ്രി പ്രിക് പഞ്ച് ആണ്. ചില ടെക്സ്റ്റുകളിൽ ഇപ്പോ ഈ 60 ഡിഗ്രിനേനും നമ്മൾ പ്രിക് പഞ്ച് എന്ന് തന്നെ പറയുന്നുണ്ട്. 30 ഡിഗ്രി പ്രിക് പഞ്ചും 60 ഡിഗ്രി പ്രിക് പഞ്ചും എന്നും പറയുന്നുണ്ട്. അപ്പോ ചിലപ്പോൾ ഡോട്ട് പഞ്ച് എന്നുള്ള ആ ഒരു വാക്ക് ഇപ്പോ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഡോട്ട് പഞ്ച് എന്ന് ചോദിക്കാതെ ഏത് ഇതാണ് ഇത്ര ഡിഗ്രി, 30 ഡിഗ്രി പ്രിക് പഞ്ച്, 60 ഡിഗ്രി പ്രിക് പഞ്ച്, 90 ഡിഗ്രി സെന്റർ പഞ്ച് അങ്ങനെ ചോദിക്കാം. അപ്പോ അതുപോലെ 45 ഡിഗ്രി. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഡോട്ട് പഞ്ച് 60 ഡിഗ്രിയാണ്. ഇത് ഉപയോഗിക്കുന്നത് വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് തിരിച്ചും ചോദിക്കാം കേട്ടോ. ഈ 60 ഡിഗ്രി പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അത് വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്താണ് യെസ്, പറയൂ. സാറേ, അതില് 45 ഡിഗ്രി ഇല്ലേ? അത് കാർപ്പൻട്രി വർക്ക്സിന് വരുന്നതാ? അല്ലല്ല, ഇത് 45 ഡിഗ്രി എന്നുള്ളത് ഞാൻ ഓപ്ഷന് വേണ്ടിയിട്ട് വെച്ചു എന്നുള്ളൂ. ആക്ച്വലി 45 ഡിഗ്രിയിൽ ഒരു പഞ്ചും വരുന്നില്ല. കാർപ്പൻട്രി വർക്കുകൾക്ക് നെയിൽ പഞ്ചാണ് വരുന്നത്. നെയിൽ പഞ്ച് റൗണ്ട് ഷേപ്പിലാണ്, സെന്റർ ഹോൾ ആയിട്ട് ഒരു നെയിൽ ഷേപ്പിലാണ് വരിക. അത് ചെറുതായിട്ടൊരു കോൺവെക്സിറ്റി ആയിട്ടായിരിക്കും, അതിന്റെ ഒരു എൻഡ് ചെറുതായിട്ട് കോൺവെക്സിറ്റി ആയിട്ടായിരിക്കും വരിക. ഈ പഞ്ചിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുമില്ല, വെൽഡർ എന്നുള്ള രീതിയിൽ പഠിക്കാനൊന്നുമില്ല. വെൽഡറിന്റെ സിലബസ് പ്രകാരം ഒരു സ്ഥലത്തും ഈ പറയുന്ന നെയിൽ പഞ്ചിനെ കുറിച്ചിട്ട് പഠിക്കാനില്ല. നെയിൽ പഞ്ച് ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാരണം ഓപ്ഷനിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെ വെക്കണമല്ലോ. മീൻസ് ഒരു ചോദ്യകർത്താവ് എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരിക്കുക. അതായത് റിലേറ്റഡ് ആക്കാൻ പറ്റുന്ന ആംഗിളുകളും അതുപോലെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദ്യകർത്താവിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം തന്നെ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. 45 ഡിഗ്രിയിൽ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പഞ്ചുമില്ല. ഓക്കെ, ദ ഹെഡ് ഓഫ് ദ ഹാമർ ഈസ് മേഡ് ഓഫ് ഡാഷ് മെറ്റീരിയൽ. ഇത് ഹാമറിന്റെ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ കാസ്റ്റ് അയൺ ആണ്. ഓപ്ഷൻ ബി ഡ്രോപ്പ് ഫോർജ്ഡ് കാസ്റ്റ് സ്റ്റീൽ ആണ്. ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീൽ ആണ്. ഓപ്ഷൻ ഡി ടൂൾ സ്റ്റീൽ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീൽ ആണ്.
അപ്പോൾ ഹൈ കാർബൺ സ്റ്റീല് നമ്മൾ വിചാരിക്കുക ചിലപ്പോൾ ഇതിന്റെ ഹെഡ് ഭയങ്കര സ്ട്രോങ് ആണല്ലോ ഹൈ കാർബൺ സ്റ്റീൽ, ടൂളുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഹൈ കാർബൺ സ്റ്റീൽ ആയിക്കൂടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഹൈ കാർബൺ സ്റ്റീൽ അല്ല. അതിന്റെ ഉത്തരം ഡ്രോപ്പ് ഫോർജ്ഡ് കാസ്റ്റ് സ്റ്റീലാണ്. ഡ്രോപ്പ് ഫോർജ്ഡ് കാസ്റ്റ് സ്റ്റീലാണ്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അത് ഒരു കാരണവശാലും എന്തല്ല ഹൈ കാർബൺ സ്റ്റീൽ അല്ല. ഹൈ കാർബൺ സ്റ്റീൽ നമുക്കൊരു ഡൗട്ടായിട്ട് ചോദിക്കാൻ മീൻസ് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാസ്റ്റേൺ ഒന്നും ഡൗട്ട് ആവേണ്ട ആവശ്യം തന്നെ ഇല്ല. സ്ട്രൈക്കിംഗ് പർപ്പസിന് എന്തായാലും കാസ്റ്റേൺ ഉപയോഗിക്കാൻ പറ്റില്ല. കാസ്റ്റേൺ ഒരു പരിധി വരെ ബ്രിട്ടിലാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ക്രാക്ക് ആയിട്ട് പോകും. ഓക്കെ, അക്യുറേറ്റ് റീഡിംഗ് ഓഫ് സ്റ്റീൽ റൂൾ ഈസ് നെസസറി ടു റീഡ് വെർട്ടിക്കലി ടു അവോയ്ഡ് ഡാഷ്. നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വന്നേക്ക് എന്താണ് റീഡിംഗ് എറർ, അതുപോലെ പാരലാക്സ് എറർ, കൊസൈൻ എറർ, ഡിഫോർമേറ്റീവ് എറർ. അപ്പൊ ഇതില് ഉത്തരം നമ്മളെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ഒരു എന്താണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞതാണ്. അതിന്റെ ഉത്തരം പാരലാക്സ് എറർ ആണ്. പാരലാക്സ് എറർ എന്താണെന്ന് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വെർട്ടിക്കലി നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചെറിയ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ കണ്ണിന്റെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജെന്നോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ ആണ്. നമ്മൾ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് റീഡിങ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. കുറച്ച് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ചേഞ്ച് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് റീഡിംഗ് ആയിരിക്കും റെഡി എന്ന് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. ആ ഒരു എററിനെയാണ് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. The weight of engineer hammer used by welder is dash. ഇതും പരീക്ഷയ്ക്ക് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇത് എൻ്റെ ഒരു അർത്ഥത്തിൽ ഹാമറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള പർപ്പസ്, മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത് എത്രയാണ് ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 500 ഗ്രാം, ഓപ്ഷൻ ബി 150 ഗ്രാം, ഓപ്ഷൻ സി 1 കിലോഗ്രാം, ഓപ്ഷൻ ഡി 250 ഗ്രാം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് ഇട്ടിട്ടുള്ളത് എന്ന് ആദ്യം നോക്കാം. നമ്മൾ ഓപ്ഷൻ എ 500 ഗ്രാം, ഓപ്ഷൻ ബി 150 ഗ്രാം. ഈ 150 ഗ്രാം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന 125 ഗ്രാം മുതൽ ഏകദേശം 1500 ഗ്രാം വരെയാണ് സാധാരണഗതിയിൽ എഞ്ചിനീയർ ഹാമർ ആയിട്ടുള്ള ബോൾ പീൻ ഹാമറിന്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ വെയിറ്റ് ആയിട്ട് വരുന്നത്. എഞ്ചിനീയേഴ്സ് ഹാമർ എന്നറിയപ്പെടുന്നത് ബോൾ പീൻ ഹാമർ ആണ്. അതായത് ബോൾ പോലെയുള്ള അതിനൊരു ഹെഡ് ഒക്കെ ആയിട്ടുള്ള ഹാമറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിനീയേഴ്സ് ഹാമർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മീൻസ് അതിന്റെ വെയിറ്റിന്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് അറൌണ്ട് 125 ഗ്രാം ടു എത്രയാണ് 1500, അതായത് ഏകദേശം 1.5 കിലോഗ്രാം വരെയാണ് ഉപയോഗിക്കുന്നത്. വെൽഡർ കുറച്ച് ഹെവി ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഡെമോളിഷൻ അങ്ങനെയുള്ള പർപ്പസുകൾ ഉണ്ടായിരിക്കും. അത് കാരണം തന്നെ സാധാരണയേക്കാൾ കൂടുതൽ വെയിറ്റ് നമ്മൾ പറയാം 250 ഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് നമ്മൾ 250 ഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ 500 ഗ്രാം എന്നും പറയാറുണ്ട്. ശരിക്കും 500 ഗ്രാം ആണ് ജനറൽ പർപ്പസിന് അല്ലെങ്കിൽ മാർക്കിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം വെൽഡർ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത കാരണം തന്നെ ഇതിന്റെ ഉത്തരം എത്രയാണ്, 1000 ഗ്രാം ആണ്, അതായത് 1 കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് ഈ അടുത്തൊന്നും ഒരു പരീക്ഷയിലും കണ്ടിട്ടില്ല, വെൽഡറിന്റെ തന്നെ ഒരു പരീക്ഷയിലും കണ്ടിട്ടില്ല. അത് കാരണം തന്നെ നല്ല ചാൻസ് ഉണ്ട് ഇത് ചോദിക്കാനുള്ള ചാൻസ് നന്നായിട്ട് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് 250 ഗ്രാം, 500 ഗ്രാം, 750 ഗ്രാം, 1000 ഗ്രാം. അപ്പോൾ ജനറൽ പർപ്പസ് അല്ലെങ്കിൽ മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത് 500 ഗ്രാം ആണ്. എന്താണ് വെൽഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് 1000 ഗ്രാം ആണ് അല്ലെങ്കിൽ 1 കിലോഗ്രാം ആണ്. ഓക്കെ, അടുത്തത് സാർ അത് ടെക്സ്റ്റ്. ഹലോ, പറയൂ. 250 ഗ്രാം എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് ചില ടെക്സ്റ്റുകളിൽ 250 ഗ്രാം, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ടെക്സ്റ്റുകളിൽ 250 ഗ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് ടെക്സ്റ്റിലാണ് 250 ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്? ലെവൽ 4 വെൽഡർ. ഓക്കെ 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 ലെവൽ 4 വെൽഡറിൽ 250 ഗ്രാം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അതെ. ഓക്കെ ഓക്കെ ഞാൻ റെഫർ ചെയ്യുന്നത് പഴയ ടെക്സ്റ്റ് ആണ്. പഴയ ടെക്സ്റ്റിൽ 500 ഗ്രാം എന്നാണ് ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സാറേ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലും 250 ഗ്രാമാ പറഞ്ഞിരിക്കുന്നത്. അതെ അല്ലെ? ഓക്കെ 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 അപ്പോ ഇതിലിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടെക്സ്റ്റിൽ 2 കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ 250 ഗ്രാം തന്നെ വെച്ചിട്ട് പഠിക്കുക, അതായിരിക്കും നല്ലത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ്. ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ
വെൽഡറിന്റെ ഏറ്റവും പഴയ ടെക്സ്റ്റ് ആണ്. മീൻസ് 1 year നടന്നപ്പോഴുള്ള ടെക്സ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിന്റെ ഒരു ഇത് ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതാണ് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിൽ ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. എഞ്ചിനീയേഴ്സ് ഹാമർ യൂസ്ഡ് ബൈ എ വെൽഡർ ഈസ് 1000 gram ആൻഡ് ഫോർ മാർക്കിംഗ് പർപ്പസ് ഈസ് 500 gram. അപ്പോൾ പല ടെക്സ്റ്റുകളിൽ പല ടൈമുകളിലായിട്ട് ഇറങ്ങിയുള്ള ടെക്സ്റ്റുകളിൽ പല രീതിയിലാണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് തന്നെയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു അപ്പീൽ കൊടുത്താലും സാധാരണ പറയാറുള്ളത്. അപ്പോ ഇത് ഈ പറയുന്ന ചോദ്യകർത്താവ് ഏത് ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ആയിരിക്കും സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ 250 gram തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, എ ബെഞ്ച് വൈസ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ് മെറ്റീരിയൽ. ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് എന്നാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീല്, കാസ്റ്റ് സ്റ്റീല്, മൈൽഡ് സ്റ്റീല് ആൻഡ് അലുമിനിയം. ഇതിൽ കാസ്റ്റ് സ്റ്റീൽ അല്ല, അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള എററാണ്, കാസ്റ്റ് അയൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ ആണ്? ഹൈ കാർബൺ സ്റ്റീൽ അല്ല, കാസ്റ്റ് അയൺ, മൈൽഡ് സ്റ്റീൽ, അലുമിനിയം. ഓക്കെ, ഇതിലത്തെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബെഞ്ച് വൈസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ടീത്തുകള് എന്താണ് ജോയിന്റെ സൈഡിൽ നമ്മൾ അതിൽ ജോന്റെ എൻഡിലായിട്ട് നമ്മളൊരു പോർഷൻ, സ്ക്വയർ പോർഷൻ വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ്. എന്നിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ജോ നിർമ്മിച്ചിട്ടുണ്ട്. അത് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അലുമിനിയം കൊണ്ടാണ്. ഇതിന്റെ സ്പിൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. നമ്മൾ തിരിക്കുമ്പോൾ അതിന്റെ എന്താണ് ഫിക്സ്ഡ് ജോ, അതുപോലെ തന്നെ മൂവബിൾ ജോ ഉണ്ട്. ആ മൂവബിൾ ജോന്റെ മൂവ്മെന്റ് സാധിക്കുന്നത് അതിനുള്ളിലുള്ള ഒരു സ്ക്വയർ ത്രെഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്പിൻഡിൽ കൊണ്ടാണ്. അപ്പോൾ ആ സ്പിൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ്. മെറ്റീരിയൽ ഈ പറയുന്ന ബെഞ്ച് വൈസിന്റെ മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ്. കാസ്റ്റ് അയണിനെ നമ്മൾ കാസ്റ്റ് സ്റ്റീൽ എന്നും പറയും. അത് കാരണമാണ് ടെക്സ്റ്റിൽ ശരിക്കും കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് പുതിയ ടെക്സ്റ്റിൽ കാസ്റ്റ് അയൺ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. The size of the vise is stated by dash. നമ്മളൊരു ബെഞ്ച് വൈസിന്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞത് ഗ്രിപ്പിംഗ് ഫോഴ്സ്, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വൈസ്, ലെങ്ത് ഓഫ് ദ സ്പിൻഡിൽ, വിഡ്ത്ത് ഓഫ് ദ ജോ. അപ്പോൾ ഇതിന് ഉത്തരം വിഡ്ത്ത് ഓഫ് ദ ജോ ആണ്. അപ്പോൾ ഈ ടെക്സ്റ്റുകളിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ സൈസ് ഓഫ് ദ വൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ ദ വിഡ്ത്ത് ഓഫ് ദ ജോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ ജോ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം.